ലാസ്റ്റ് ക്ലാസ്സിൽ പോയിന്റിന്റെ എങ്ങനെയാണ് ഗ്രൂപ്പ് ആക്കുക എന്നുള്ളത് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സർഫസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോസ്പെക്ടർ ടാബിൽ തന്നെ സർഫസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് സർഫസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടിൻ സർഫസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കുലർ ഇറഗുലർ നെറ്റ്വർക്ക് എന്നാണ് ഈ ഒരു TIN ഫുൾ ഫോം. ഇത് സെലക്ട് ചെയ്തു. ടിൻ സർഫസ് ആണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് ലെയറിലാണ് ഈ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ലെയർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പുതിയത് വേണമെന്നുണ്ടെങ്കിൽ ലെയർ പുതിയത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. ഇവിടെ ന്യൂ എടുത്തിട്ട് പുതിയ ലെയറും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇതിലുള്ള ഈ ഒരു ലെയറിൽ തന്നെയാണ് സർഫസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അത് ചേഞ്ച് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സർഫസിന് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നെയിം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സർഫസിനെ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് EG എന്നുള്ള നെയിം കൊടുക്കാം. EG എന്നുള്ള നെയിം ആഡ് ചെയ്ത് കൊടുത്തു. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് കോണ്ടൂർ സ്റ്റൈൽ ഒക്കെയാണ് വേണ്ടത് അതെല്ലാം സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സർഫസ് ക്രിയേറ്റ് ആയിട്ട് വരും. സർഫസ് ക്രിയേറ്റ് ചെയ്തതിലേക്ക് എങ്ങനെയാണ് സർഫസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. പോയിന്റ് ഗ്രൂപ്പ് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് പോയിന്റ് ആഡ് ചെയ്യുന്ന പോലെ സർഫസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് എന്ത് ചെയ്യണം, അതിനെ ഡിഫൈൻ ചെയ്യണം. ഈ ഒരു എക്സിസ്റ്റിംഗ് ഗ്രൗണ്ടിനെ ഇവിടെ ഡെഫിനിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഡെഫിനിഷന്റെ ഐക്കൺ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പോയിന്റ് ഗ്രൂപ്പ് ആണ്. അപ്പൊ പോയിന്റ് ഗ്രൂപ്പ് ആണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ടുള്ളത്. ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യാം. ഇവിടെ പോണ്ടും ഓൾ പോയിന്റ് എന്നും പറഞ്ഞ് രണ്ട് ഗ്രൂപ്പുകളാണുള്ളത്. എല്ലാ പോയിന്റും കൂടിയിട്ടാണ് നമുക്കൊരു സർഫസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഓൾ പോയിന്റ് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ ഒരു സർഫസ് ക്രിയേറ്റ് ആയിട്ട് വന്നു. ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സർഫസ് ഇതിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സർഫസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സർഫസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സർഫസിന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സർഫസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സർഫസ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർഫസിന്റെ നെയിം കൊടുത്തതും അതേപോലെ തന്നെ സർഫസിന്റെ സ്റ്റൈൽ കൊടുത്തിട്ടുള്ളതും കാണാനായിട്ട് പറ്റും. ഓൾറെഡി ഇവിടെ കോണ്ടൂസ് 2 മീറ്റർ ആൻഡ് 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ മാറ്റി ഒരു എലിവേഷൻ ബാൻഡിങ് ഒക്കെ ആക്കി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കളറൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇങ്ങനെയല്ല, നമുക്ക് കോണ്ടൂർ ആയിട്ട് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്ത് സർഫസ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിട്ട് അതിൽ തന്നെ ഈ ഒരു സർഫസ് പ്രോപ്പർട്ടി വീണ്ടും സെലക്ട് ചെയ്യാം. നമുക്കിപ്പോ വേണ്ടത് ഈ ഒരു സർഫസ് സ്റ്റൈല് കോണ്ടൂറിന്റെ ആണ് വേണ്ടത്. കോണ്ടൂറിൽ തന്നെ 2 മീറ്റർ ആൻഡ് 10 മീറ്റർ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു സ്റ്റൈല്. പക്ഷെ ഇവിടെ എനിക്ക് 2 മീറ്ററിലല്ല, ഒരു 0.5 മീറ്ററും 2 മീറ്ററും മൈനറും മേജറും അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിന് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഈ സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി കറന്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് പോലെ. ഇവിടെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ഇതിനൊന്ന് മാറ്റി കൊടുക്കാം. 0.5 മീറ്റർ ആൻഡ് ഈ ഒരു 10 മീറ്റർ മാറ്റി 2 മീറ്റർ ആക്കി കൊടുത്തു. ഈ കോപ്പി എന്നുള്ളതും എറേസ് ചെയ്ത് കളയാം. സർഫസ് 2 മീറ്റർ മാറ്റി 0.5 മീറ്റർ ആൻഡ് 2 മീറ്റർ ഇന്റർവെൽസ്. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് കൊടുക്കാനായിട്ടുള്ളത് കോണ്ടൂർ മാറ്റി കൊടുക്കണം. കോണ്ടൂർസ് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടൂർ ഇന്റർവെൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 2 മീറ്റർ ഉള്ള കോണ്ടൂർ ആണ് നമുക്ക് മാറ്റാനായിട്ടുള്ളത്. അത് 0.5 മീറ്ററും മേജർ ഇന്റർവെല്ലിൽ മാറ്റിയിട്ട് 2 മീറ്റർ ആണ് കൊടുക്കേണ്ടത്. അതും ആഡ് ചെയ്ത് കൊടുത്തു.
ആഡ് ചെയ്ത് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഒരു സ്റ്റൈല് കോണ്ടൂർ ക്രിയേറ്റ് ചെയ്തു. ഈ കോർണേഴ്സ് ഒക്കെ വരുമ്പോൾ ഷാർപ്പ് ആയിട്ടുള്ള കോർണേഴ്സ് ആണ് വരുന്നത്. ഇതൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു സർഫസ് പ്രോപ്പർട്ടി എഡിറ്റ് ചെയ്യണം. എക്സിസ്റ്റിംഗ് ആയതിനെ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് എഡിറ്റ് സർഫസ് സ്റ്റൈൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു സ്റ്റൈല് തന്നെ ഓപ്പൺ ആയിട്ട് വന്നു ഡയറക്റ്റ് ആയിട്ട്. കോണ്ടൂർ സ്മൂത്തിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സ്മൂത്ത് കോണ്ടൂർസ് ഫോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ ട്രൂ ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കോണ്ടൂർ സ്മൂത്തിങ് ട്രൂ ആക്കി കൊടുത്തു. സ്മൂത്തിങ് ടൈപ്പ് ആഡ് വേർട്ടിസസ് ആണ്. അപ്പൊ നമുക്ക് ആ വേർട്ടിസസ് എങ്ങനെ സ്മൂത്ത് ആക്കണം, സ്മൂത്ത് ആക്കണത് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ആ ഒരു ഷാർപ്പ് കോർണർ മാറിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു കോർണർ ആയിട്ട് മാറി. ഇനി അതിന് പകരം ഒരു സ്പ്ലൈനിന്റെ കർവ് മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് സർഫസ് സ്റ്റൈലിൽ പോയി ഈ കോണ്ടൂർ തന്നെ കോണ്ടൂർ സ്മൂത്തിങ് സെലക്ട് ചെയ്തു. ആഡ് വേർട്ടിസസ് ഇത് മാറ്റിയിട്ട് സ്പ്ലൈൻ കർവ് ആക്കാം. അപ്പൊ പിന്നെ നമ്മളായിട്ട് ഇത് മാറ്റി കൊടുക്കണ്ട, അതൊരു കർവ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ആവും. ഇങ്ങനെ ഈ ഒരു സർഫസിന്റെ സ്റ്റൈല് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നതും സർഫസിന്റെ സ്റ്റൈല് മാറ്റുന്നതും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു വോളിയം കമ്പാരിസൺ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.